ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസ് പ്രതിനിധി ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം എത്രത്തോളം മുഖവിലക്കെടുക്കാം? ഒന്നാമതായി കോൺഗ്രസിൻ്റെ പ്രതിനിധി ആരൊക്കെ ഉണ്ടാക്കിയ ഫേക്ക് ന്യൂസുകൾ CPM-നെതിരായിട്ട് വാദിക്കുക. അദ്ദേഹത്തിന് ചരിത്രം അറിയൂ. 1977 ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യ വാഴ്ചയെ ഇല്ലാതാക്കാനായിട്ട് ജയപ്രകാശ് ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയിൽ CPM-ഉം CPML പാർട്ടികളൊന്നുമില്ല. ആ ജനതാ പാർട്ടിക്ക് ഇവിടുത്തെ ഇടതുപക്ഷ കക്ഷികൾ പിന്തുണ കൊടുത്തു. ഇന്ദിരാ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഇന്ദിരാഗാന്ധി പുറത്തുപോയി. അതിനുശേഷം ജനതാ പാർട്ടിയിലുണ്ടായിരുന്ന ഈ ജനസംഘക്കാരായ ആളുകൾ RSSലും ജനതാ പാർട്ടിയിലും ഇരട്ട അംഗത്വ പ്രശ്നം അത് ഉയർത്തിക്കൊണ്ടുവന്നത് ആരാന്നറിയോ? ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളാണ്. അന്ന് സോഷ്യലിസ്റ്റ് വിഭാഗത്തെ പ്രതികരിച്ച മധുലിമായെ പോലെയുള്ള ആളുകൾ അത് ശക്തമായി ജനതാ പാർട്ടിക്കാരത്ത് ഉയർത്തി. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ജനതാ പാർട്ടി ശിഥിലമായി BJP 80കളിൽ ഉണ്ടാകുന്നത്. 80കളിൽ BJPയെ ഉണ്ടാക്കിയ RSS 1980 നടന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് പിന്തുണ കൊടുത്തതെന്ന് താങ്കൾക്കറിയോ? അന്ന് ദേവറസാണ് RSSൻ്റെ മേധാവി. ശ്രീമതി ഗാന്ധിക്ക് പരസ്യമായി പിന്തുണ കൊടുത്തു. പിന്നീട് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തു. RSS BJP ഉണ്ടായിട്ടും അവർക്കല്ല പിന്തുണ കൊടുത്തത്, ഇന്ദിരാഗാന്ധിക്ക്. മഹാരാഷ്ട്ര മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുണ്ടായി. ആർക്കാ പിന്തുണ കൊടുത്തത്? ഇന്ദിരാഗാന്ധിക്കാ പിന്തുണ കൊടുത്ത്. 1984 ഇന്ദിരാഗാന്ധിയുടെ മരണമുണ്ടാക്കിയ വൈകാരികമായ ഒരവസ്ഥയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ഞാൻ രാമരാജ്യത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞു. നെഹ്റുവിന് കിട്ടാത്ത ഭൂരിപക്ഷം കിട്ടി. അതിൻ്റെയൊക്കെ ഫലം എന്താണ്? 86 ബാബറി മസ്ജിദിന്റെ താഴ് ഫൈസാബാദിലെ ഒരു സാധാരണ കോടതി വിധിയെ നിമിത്തമാക്കി അന്നത്തെ UP ഗവൺമെന്റ് രാജീവ് ഗാന്ധിയുടെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശാനുസരണം തുറന്നു കൊടുത്തു. 89 അവിടെ ശിലാന്യാസത്തിന് രാജീവ് ഗാന്ധി അനുമതി കൊടുത്തപ്പോൾ വലിയ വിമർശനം ഉണ്ടായി, വലിയ പ്രതിഷേധം ഉണ്ടായി. ആ പ്രതിഷേധത്തെ നോക്കി രാജീവ് ഗാന്ധി പറഞ്ഞത് എന്താണെന്നറിയോ? രാജീവ് ഗാന്ധി പറഞ്ഞു, ഹിന്ദുത്വം അവഗണിക്കാനാവാത്ത രീതിയിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഹിന്ദുത്വ താല്പര്യത്തെ കൂടി കണക്കിലെടുക്കും. അതുകൊണ്ട് അവിടെ അയോധ്യയിൽ ക്ഷേത്രമുണ്ടാക്കാൻ, ശിലാസ്ഥാപനം നടത്താൻ ഞങ്ങൾ അനുമതി കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ അനുമതിയുടെയൊക്കെ ബലത്തിലാണ് 92 ഡിസംബർ 6 ചരിത്രപ്രസിദ്ധമായ ബാബരി മസ്ജിദ് പൊളിച്ചത്. ഞങ്ങളുടെ പോയിന്റ് അതുതന്നെയാണ്. ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത്, അതും രേഖാപരമായി, നിയമത്തിന് മുമ്പിൽ രേഖകളാണല്ലോ പ്രശ്നം, രേഖാപരമായി 2.7 ഏക്കർ സ്ഥലം സുന്നി വഖഫ് ബോർഡിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. അത് രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച് കണ്ടെത്തിയിട്ടുള്ളതാണ്. ആ കാര്യങ്ങളൊക്കെ വസ്തുതാപരമായി അവർ ശരിവെച്ചപ്പോൾ വസ്തുതകളെ മാറ്റി വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്, വസ്തുതകളെ മാറ്റി വെച്ച് വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവിടെ ക്ഷേത്രം പണിയട്ടെ എന്ന വിധിയുണ്ടായത്. ആ വിധി അനീതികരമാണെന്ന് പറയാനുള്ള രാഷ്ട്രീയമായ തൻ്റെ ഇടം കോൺഗ്രസ്സുകാർക്കുണ്ടാവണമെങ്കിൽ അവർക്ക് സത്യസന്ധതയുണ്ടാവണം. ഈ രാജ്യം ഒരു മതരാഷ്ട്രമാകരുത്, മതനിരപേക്ഷ രാഷ്ട്രമാകണം എന്ന നിലപാടുണ്ടാവണം. ആ വിധിയുടെ പശ്ചാത്തലത്തിലാണല്ലോ അവിടെ ഇപ്പോൾ ക്ഷേത്രം ഉണ്ടാക്കിയത്. അത് 2024 തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ടാണ്. മോഡി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് 4 ശങ്കരാചാര്യന്മാരും, പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിലെ അമുക്തേശ്വര സരസ്വതാനന്ദ സ്വാമി ഉൾപ്പെടെ അവർ വളരെ കൃത്യമായി പറഞ്ഞു, ശങ്കരാചാര്യ മഠങ്ങൾ കൃത്യമായി പറഞ്ഞു, ധർമ്മശാസ്ത്ര വിധിപ്രകാരം പണി പൂർത്തിയാകാത്ത ഒരു ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് തന്ത്രവിധി പ്രകാരം ശരിയല്ല എന്ന് പറഞ്ഞ ആ വിഗ്രഹത്തിന് ഫലസിദ്ധി ഉണ്ടാവില്ല. അപ്പോൾ ഫലസിദ്ധിയില്ലാത്ത ഒരു പ്രതിഷ്ഠ ശങ്കരാചാര്യന്മാർ പോലും പറയുന്നു അയോധ്യയിൽ മോഡി നടത്തിയിട്ടുള്ളത്, മോഡി യജമാനനായി നിന്നുകൊണ്ട് അയോധ്യയിൽ നടത്തിയിട്ടുള്ളത് ഫലശൂന്യമായ ധർമ്മശാസ്ത്ര വിധികൾക്ക് കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല എന്നതാണ് അവർക്കെതിരെ ഉയരുന്ന ഒരു വിമർശനം.